ഹേയ് പ്ലസ് വൺ മക്കൾസ്, കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് പ്ലസ് വൺ പബ്ലിക് എക്സാം അടുക്കാനായി, പക്ഷേ ഒരു സീരിയസ്നെസ്സും ഇതുവരെ വന്നിട്ടില്ല. പുസ്തകം തുറക്കും, കുറച്ച് കഴിഞ്ഞാൽ മടുക്കും, അടച്ചു വെക്കും, പിന്നെ എന്തോ കാര്യത്തിന് പോകും. അപ്പുറത്ത് മൊബൈലുണ്ട്, അതിൽ റീല് കാണും, സ്ക്രോൾ ചെയ്യും, അങ്ങനെ റീല് കണ്ട് കുറേ സമയം പോകും. ഒരു പേടിയില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, കുറേ സംഗതി പഠിക്കാനുണ്ട്. അത്രയും പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും തീരെ ഒന്നും പഠിക്കാത്തത്. ചക്ക കൂട്ടാൻ വെച്ച പോലെയാണ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു അവസ്ഥ. സാർ ഇതിനൊരു പരിഹാരം പറഞ്ഞുതരും. എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാനിരിക്കേണ്ടത്? പഠിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. നമ്മൾ പറയില്ല ഉള്ളിലുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയില്ല. എന്താണ് ഇതിനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് പബ്ലിക് എക്സാമിൻ്റെ ചെറിയൊരു പേടിയോടുകൂടിയായിരിക്കും ആ ചോദ്യം വരുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഉള്ളതിനെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ട് കുറേ സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ ഈ വീഡിയോ കാണുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? നിങ്ങളുടെ അക്കാഡമിക്കലി നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? പബ്ലിക് എക്സാം എടുക്കാനായി, അപ്പോൾ പഠിച്ചു തുടങ്ങിയോ? പഠനത്തിൻ്റെ അവസ്ഥ എന്താണ്? സീരിയസ്നെസ് ഇല്ലാത്ത രൂപത്തിലാണ്? ഒന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേ. കാരണം അത് നോക്കിയിട്ട് എനിക്ക് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ അതിന് നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പറയുന്ന രൂപത്തിലുള്ള വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന്, അക്കാഡമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ, ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ടേ. നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ സീരിയസ്നെസ് വരുന്നില്ല, പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ രൂപത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ, പഠിക്കാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെ ചുറ്റുപാട് അത് ഭയങ്കര പോസിറ്റീവായിരിക്കണം. വിച്ച് മീൻസ് നമ്മൾ സീരിയസ്നെസ് ആണെന്നുള്ളത് നമ്മുടെ എൻവയോൺമെൻറ്റിന് മനസ്സിലാവണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാൻ ചെയ്താണ് ഇരിക്കേണ്ടത്. പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഞാൻ ഇന്ന് എത്ര സമയം വരെ പഠിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി ആയതുകൊണ്ട് കെമിസ്ട്രി വെച്ച് പറയുകയാണെങ്കിൽ, കെമിസ്ട്രിയിൽ 9 ചാപ്റ്റർ ഉണ്ട്. ഈ 9 ചാപ്റ്ററിൽ എനിക്ക് ഏറ്റവും ടഫുള്ള ചാപ്റ്റേഴ്സ് എത്ര? എനിക്കൊന്നും അറിയില്ല, തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് എത്ര? ആ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്യും. അഥവാ എൻ്റെ റെഡ് കളേഴ്സാണത്. അപ്പോൾ റെഡ് കളറിലുള്ള എൻ്റെ ചാപ്റ്റേഴ്സ് അതാണ്. ദെൻ എനിക്ക് കുറച്ചൊക്കെ അറിയാം, എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക് അറിയാം, പക്ഷേ അതിൽ ഡെഫിനിഷൻ അറിയാം, പക്ഷേ ചിലപ്പം ന്യൂമറിക്കൽസ് ചെയ്യാൻ അറിയില്ല, ചിലപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ അറിയില്ല. അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏകദേശമൊക്കെ അറിയാം, ഒരു 50% അറിയാം, 50% അറിയില്ല. ഇങ്ങനത്തെ കുറച്ച് സാധനം അതൊരു യെല്ലോ കളറിലിടാം. ഇല്ല, ഞാൻ ആദ്യം മുതലേ കുറേ പ്രാവശ്യം പഠിച്ച ചാപ്റ്ററാണ്. അങ്ങനെ ഉണ്ടാവും ചില ചാപ്റ്റേഴ്സ്. ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും, പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി വീണ്ടും പഠിച്ചിട്ടുണ്ടാവും, പിന്നെയും പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 80% ഒക്കെ എന്തായാലും ഓൾമോസ്റ്റ് അറിയാം, അല്ലെങ്കിൽ 90%, 100% ഇത്രയും അറിയാവുന്ന ചാപ്റ്റേഴ്സ് അത് ഗ്രീൻ കളറിൽ ഇടുന്നു. ഓക്കെ, 3 കളറാക്കി ഞാൻ മാറ്റുന്നത്. അപ്പോൾ റെഡ് കളറിലുണ്ട്, യെല്ലോ കളറിലുണ്ട്, ഗ്രീൻ കളറിലുണ്ട്. ഇതൊരു പ്ലാനിങ് ആണ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ സീരിയസ്നെസ് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗം നമ്മളെ മൈൻഡിനെ തന്നെ നമ്മൾ ബോധിപ്പിക്കണം. ഇത്രയും ചാപ്റ്റേഴ്സ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണത്. ഞാൻ ചാപ്റ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു. അല്ല, എല്ലാ റെഡ് കളറുള്ള ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാ ചാപ്റ്ററും ടഫാണ്, അങ്ങനെ പറയരുത്. കുറച്ച് ഗ്രീൻ കളർ വേണം, കുറച്ച് യെല്ലോയും കുറച്ച് റെഡൊക്കെ വേണം. ഓക്കെ, ഇനി എല്ലാം യെല്ലോ ഇല്ല, ബാക്കിയെല്ലാം റെഡ് ആണെങ്കിൽ പോട്ടെ, നമുക്ക് അതിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ എയിം എന്താണെന്നറിയോ, ഈ റെഡുള്ള ചാപ്റ്റേഴ്സിനെയൊക്കെ യെല്ലോയിലേക്ക് മാറ്റണം, യെല്ലോ ഉള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഗ്രീനിലേക്ക് മാറ്റണം. ദെൻ വീണ്ടും യെല്ലോയിലേക്ക് പെൻഡിങ് ഉള്ളത് ഗ്രീനിലേക്ക് മാറ്റണം. ഇതാണ് നമ്മുടെ എയിം. ഈ എയിം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ കണ്ടോ, അടുത്ത പ്ലാനിങ്. സോ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇനി ഞാൻ ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത് റെഡ് കളറുള്ള ചാപ്റ്റേഴ്സാണ്. തീരെ എനിക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കാനെടുക്കുന്നു, അത് പഠിച്ച് സെറ്റാക്കുന്നു. അടുത്ത ചാപ്റ്റർ പഠിക്കാനെടുക്കുന്നു, അത് പഠിച്ച് സെറ്റാക്കുന്നു. ഇതാണ് എൻ്റെ എയിം. ഇനി അടുത്ത പോയിന്റ്, പഠിച്ച് സെറ്റാക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ പഠിക്കണമല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്കൂൾ ടൈം, ക്ലാസ് ഉള്ള ടൈം ആണെങ്കിൽ, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് കാണുന്നവരോ ബാച്ച് ലൈവിൻ്റെ ക്ലാസ്സുകൾ കാണുന്നവരോ സ്റ്റുഡൻസ് ഒക്കെ കുറേ ഉണ്ടാവും. അവരാണെങ്കിൽ ആ ചാപ്റ്റർ പഠിക്കുന്നു, അന്ന് പഠിപ്പിക്കുന്ന ചാപ്റ്റർ പഠിക്കുന്നു. അല്ല, നിങ്ങളൊരു ഒഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു 1.5 hour, ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് ശ്രദ്ധിച്ച്, ഒരു 1.5 മണിക്കൂർ നിങ്ങളൊരു ടോപ്പിക്ക്, ഒരു ഭാഗം പഠിക്കാൻ വേണ്ടി, അത് എത്ര ടോപ്പിക്കോ അതിൽ പഠിക്കാം, ആ ഭാഗം പഠിക്കാൻ വേണ്ടി എടുക്കുന്നു. ദെൻ ബാക്കി 15 മിനിറ്റ് റിവിഷന് വേണ്ടി, അത്രയും നേരം പഠിച്ചതിൻ്റെ റിവിഷൻ എടുക്കുന്നു. അഥവാ 1.25 മണിക്കൂർ നിങ്ങൾ ചാപ്റ്ററിൻ്റെ പഠനത്തിനും റിവിഷനും വേണ്ടി യൂസ് ചെയ്യുന്നു.
ഏതാ പ്ലാനിൻ്റെ ഭാഗമാണ്. ഈ പ്ലാൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ അത്രയും ഭാഗം ഇരുന്ന് പഠിക്കണം. അപ്പോൾ പിന്നെ മൊബൈലിലേക്ക് പോകുന്നില്ല, അപ്പോൾ പിന്നെ സ്ക്രോൾ ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എഴുതി വെച്ചു ഞാൻ ഈ 1.5 മണിക്കൂർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രാവിലെ 7 മണി മുതൽ 8:30 വരെ ഇരിക്കും, 7 to 8:30. ഞാൻ ജസ്റ്റ് ഒരു റഫ് ടൈം ടേബിൾ തരികയാണെങ്കിൽ ടൈം ടേബിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റഫായിട്ട് പറയുകയാണെങ്കിൽ 7 to 8:30 ഇരിക്കുകയാണ്. ആ 1.5 hour കൊണ്ട് ഞാൻ കുറച്ചധികം ടോപ്പിക്ക് പഠിക്കുന്നു, ഏത് റെഡ് കളറിലുള്ളത്. ദെൻ 15 മിനിറ്റിൽ ഞാനത് റിവൈസ് ചെയ്യുന്നു. ഇതൊരു പ്ലാനാണ്. ഇതുപോലെ അടുത്ത സമയം ഷെഡ്യൂളും ചെയ്യാം, അടുത്ത സ്കെഡ്യൂളും ചെയ്യാം. എങ്ങനെ ടൈം സ്കെഡ്യൂൾ ചെയ്യണം, നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, സ്കൂളുള്ള ദിവസമാണെങ്കിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ അടുത്തതിൽ തന്നെ തരാം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പഠനത്തിൻ്റെ എൻവിയോൺമെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് അപ്രോച്ചാക്കി മാറ്റാം, നിങ്ങൾക്ക് സീരിയസ്നെസ് എങ്ങനെ വരുത്താം, അത് നിങ്ങളുടെ മൈൻഡിനെ തന്നെ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കളർ കോഡിങ് വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ പഠിക്കും? ഇപ്പോൾ ഒരു ചാപ്റ്റർ 1.5 മണിക്കൂറോട് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ പഠിക്കും? എനിക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ എവിടുന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ച് ലൈവിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ക്രാഷ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ 1.5 മണിക്കൂറില്ല, ആ 1.5 മണിക്കൂർ നിങ്ങൾ ആ ക്ലാസ് കാണുന്നു, എന്നിട്ട് പഠിക്കുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ റിവൈസ് ചെയ്യുന്നു. സോ എവിടുന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടാവും. അതിനൊന്നും പേടിക്കേണ്ട. നമ്മുടെ ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും 1 ഷോട്ട് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരുപാട്, ഒരു ചാപ്റ്ററിനെ ചുറ്റിപ്പറ്റി തന്നെ പലതരം ടൈപ്പ് വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. കാണണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾ പ്ലാൻ ചെയ്ത് ടൈം കണ്ടെത്തണം. വീണ്ടും പറയുന്നു, ടൈം ഇല്ലാത്തതല്ല പ്രശ്നം. ടൈം ഉണ്ടാവും, സമയമില്ല എന്നായിരിക്കും പ്രശ്നം പറയാം. സമയം ഇല്ലാത്തതല്ല പ്രശ്നം. ആ പോകുന്ന സമയം നിങ്ങൾ കൃത്യം യൂസ്ഫുൾ ആക്കുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും പ്രശ്നം. അത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതോടുകൂടെ മാറുന്നതാണ്. ടൈം എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം. സോ നിങ്ങൾ പഠനത്തിൻ്റെ കൃത്യമായ പാത്തിലാണെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ മുന്നേറിക്കോളൂ. നിങ്ങൾക്ക് അടിപൊളി മാർക്ക് വാങ്ങാൻ പറ്റും, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്ലാനിങ് നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ, നിങ്ങളുടെ പോസിറ്റീവ് അപ്രോച്ചിലേക്ക് എത്തട്ടെ. അപ്പം ഓട്ടോമാറ്റിക്കലായി സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ സീരിയസ്നെസ് വരും. എക്സാം പോയിന്റ് ഓഫ് ആ ഒരു വേയിലേക്ക് നിങ്ങൾ എന്തായാലും കയറിയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈം സ്കെഡ്യൂളുമായിട്ട് പറയാം. താങ്ക് യു.